എടുക്കും, ഉറപ്പാ. തൂക്കി 100 വട്ടം തൂക്കി. വിനായകനാ ജയിലറൊന്നല്ല, അതുക്ക് മേലെ മമ്മൂക്ക് കട്ടക്ക് നിന്ന് മോശമില്ല. ഇപ്രാവശ്യം അത് സൂപ്പറായിട്ടുണ്ട്. ഇപ്രാവശ്യം ഇത് മേലേക്ക് പോകും, റോക്കറ്റ് പോലെ താഴത്തേക്ക് പോവില്ല. മമ്മൂക്ക വിനായകൻ കിടക്കാഴ്ച ഉണ്ട്, സൂപ്പർ. പ്രേക്ഷകരോട് ഒരു ത്രില്ലർ പരിപാടിയാണ്. നിങ്ങളെ കണ്ടിട്ട് അഭിപ്രായം പറ. ഞാൻ ഹാപ്പിയാണ്. ദൈവം സഹായിച്ച് ഒരു ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റി. നിങ്ങൾ തീരുമാനിച്ചു. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും താങ്ക്സ്. നിങ്ങളെ കണ്ടോ? പടം കണ്ടോ? എല്ലാവരും കണ്ടു. എന്നെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? നല്ല മൂവി. നമ്മൾ വ്യത്യസ്തരായൊരു മമ്മൂക്കയെ കണ്ടു. ഒരാൾക്ക് ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് സ്മോക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പിന്നെ ആ മ്യൂസിക് ഒക്കെ ഭയങ്കര രസമുണ്ട്. വിനായകൻ ചേട്ടനും മമ്മൂക്കയൊക്കെ നല്ല ഒരുപാട് സസ്പെൻസ് ഉള്ള നല്ല മൂവി. ഇങ്ങനൊരു മമ്മൂക്കയെ കാണാൻ പറ്റി. ഭയങ്കര രസമായിട്ടുണ്ട്. റിച്ച് മൂവി. അയ്യോ ഭയങ്കര രസം. വിനായകൻ ചേട്ടൻ്റെയൊക്കെ നല്ല മൂവി. ഭയങ്കര നന്നായിട്ടുണ്ട്. അവരുടെ കോംബോയാണേലും ട്രിവാൻഡ്രം സ്ലാങ് മമ്മൂക്കയുടെ ഭയങ്കര രസമുണ്ട്. പിന്നെ ഓരോ ചെറിയ കഥാപാത്രങ്ങളായാൽ പോലും വളരെ മികച്ച ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സ്റ്റോറി, മ്യൂസിക്, ക്യാമറ എന്ന് വേണ്ട എല്ലാം വളരെ മികച്ച. ലൊക്കേഷൻസ് ആയാലും വളരെ മികച്ച തന്നെയായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു നല്ലൊരു ഫാമിലി ചിത്രം തന്നെയായിരുന്നു കളങ്കാവൽ. ഇത് ഒന്നും പറയാനില്ല, ഫാമിലി മൊത്തം തന്നെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും അത് മമ്മൂക്കയെ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ, അത് എന്ത് കഥാപാത്രമെന്ന് ഞാൻ പറയുന്നില്ല, അത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അതൊരു മമ്മൂക്ക അങ്ങനെ വന്നപ്പോൾ അതൊരു ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു. അത് നമ്മൾ തിയേറ്ററിൽ വിട്ടുപോയാലും ആ ഒരു കഥാപാത്രം നമ്മളിൽ തങ്ങി നിൽക്കും. നല്ലൊരു അഭിനയം തന്നെയായിരുന്നു. വില്ലനെ നായകനാക്കാനും നായകനെ വില്ലനാക്കാനും ഈ ഡയറക്ടറിന് കഴിഞ്ഞുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഭയങ്കര ഇഷ്ടപ്പെടാം. അടിപൊളി, ഒന്നും പറയാനില്ല. മമ്മൂക്ക ഈ ഒരു ക്യാരക്ടർ എടുത്ത് തന്നെ പുള്ളിക്ക് അറിയാം അത് സൂപ്പർ ഹിറ്റ് ആവും എന്നുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് മമ്മൂക്ക, അതുപോലെ തന്നെ വിനായകൻ, ഡയറക്ടർ, തീർച്ചയായിട്ടും അത് ഭയങ്കര ബ്രില്യൻസ് ആണ് പുള്ളിയുടെ. അത് തീർച്ചയായിട്ടും ഭയങ്കര, ഞാൻ ഇത്ര പ്രതീക്ഷയില്ല. ഉഗ്രം പടം, ഒന്നും പറയാനില്ല. അടിപൊളി. മമ്മൂക്ക ഒരു രക്ഷയില്ല. മമ്മൂക്ക അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക വേറെ ലെവല്. കാരണം ഓടി നടന്ന് ഇങ്ങനെ കളിക്കാം, അതറിയാതെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ നമ്മളെ പിടിച്ചിരുത്തും സിനിമ. ആ രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. ഓ വാട്ടെ മേൻ, ഒന്നും പറയില്ല. കാരണം ആ രീതിയിലുള്ള ഒരു ഇതാണ്. കാരണം നമുക്ക് ആ ഒരു ഫൈറ്റ് സീനൊക്കെ കാണുന്നോണ്ടല്ല, വേറെ ലെവല്. അടിപൊളി. ഇമാതിരി റോള് ചെയ്യാന്ന് പറഞ്ഞാല് സൂപ്പർ സ്റ്റാറുകളുടെ ഇടയിൽ ഇപ്പം നിലവിലുള്ള ഒരു എന്താ പറയുക യുവ സൂപ്പർ സ്റ്റാറുകളോട് ഇങ്ങനത്തെ ഒരു റോള് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അതിന് മമ്മൂട്ടിക്ക് തന്നെ ആ ധൈര്യമുള്ളൂ. കാരണം ആ ഒരു ലെവലിലാണ് പടം ടോട്ടലി ചെയ്ത് വെച്ചിട്ടുള്ളത്. മമ്മൂട്ടി എല്ലാ അർത്ഥത്തിലും മമ്മൂട്ടിയുടെ പെർഫോമൻസ് വേറെ ലെവലാണ്. പിന്നെ അതുപോലെ വിനായകനെ എടുത്തു പറയണം. മമ്മൂട്ടിയുടെ സെയിം പെർഫോമൻസ്, മമ്മൂട്ടിനെക്കാളും കുറച്ച് ആ പോലീസിൻ്റെ ഒരു ഗെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു വേറെ ലെവൽ പോലീസ്. നമ്മൾ പല സിനിമകളിലും പല പോലീസുകാരനെ കണ്ടിട്ടുണ്ടെങ്കിലും വിനായകൻ്റെ ഒരു വേറെ ലെവലാണ്. ആ പുള്ളിയുടെ ആക്ടിങ് ടോട്ടലി അടിപൊളി. എല്ലാം കൊണ്ടും എന്താ പറയുക, ടോട്ടലി സസ്പെൻസ് വെച്ചുകൊണ്ട് അടിപൊളി ക്ലൈമാക്സ്. അത് മെഗാസ്റ്റാർ ആ ഒരു റോൾ എടുത്തത് കിടിലനായിട്ടുണ്ട്. പൊളിച്ചിട്ടുണ്ട്. ആർക്കും ധൈര്യപ്പെടാത്ത റോളാണ്. എന്തുകൊണ്ടും പടം സൂപ്പറാണ്. എന്താ പറയുക, ഒരുപാട് സന്തോഷം ഇത്രയും വലിയൊരു മൂവിയുടെ ഭാഗമാകാൻ പറ്റി. ജിതിൻ ചേട്ടൻ, ജിഷ്ണു ചേട്ടൻ, മമ്മൂക്ക, ജോർജ് സാർ, എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ് പറയാനുള്ളത്. ഒരു ക്യാരക്ടർ ഇത്രയും വലിയൊരു കാസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടാന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നു. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, നമ്മൾ ഡേ ഡ്രീം ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ ഒരു ഭാഗമാവുക, ഇത്രയും വലിയ മൂവി തിയേറ്ററിൽ വന്ന് ഞാൻ കൂടെ ചെയ്തൊരു പാർട്ട് കാണാന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മമ്മൂക്ക അല്ലെങ്കിൽ വിനായകന് വേണ്ടിയിട്ടല്ല സ്കോർ ചെയ്തേക്കുന്നത്, പടത്തിന്റെ ക്യാരക്ടേഴ്സ് എന്താണോ അതിനനുസരിച്ചിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്, ഭയങ്കര അടിപൊളിയാണ്. താങ്ക്സ്. എന്താ പറയുക, ആസ്പെക്ട് ഓഫ് ദ മൂവി വാസ് അമേസിങ്. സൂപ്പറായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ടെൻഷനായിരുന്നു, നമുക്ക് ഓരോ ക്യാരക്ടർ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. സോ എവറി മൂവി ഈസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കുക. വി ഓൾസോ ആസ് ആൻ ആക്ടർ സോ ത്രിൽഡ് ടു വാച്ച് പുള്ളിക്കാരൻ്റെ എല്ലാം.
ആക്ടർ. പുള്ളിക്കാരൻ എന്ത് ചെയ്താലും അടിപൊളിയായിരിക്കും. കംപ്ലീറ്റ് പറഞ്ഞപോലെ നമുക്കും അങ്ങനെ സ്റ്റോറിയും കാര്യങ്ങളൊന്നും നേരത്തെ അറിയില്ലായിരുന്നു. പക്ഷേ തിയേറ്ററിൽ വന്ന് കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. പ്രതീക്ഷേനേക്കാളൊക്കെ എത്രയോ മേലെയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മമ്മൂക്കയും വിനായകനുമാണ് ഈ സിനിമയിൽ. അത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. താങ്ക് യു. അതുപോലെ തന്നെ ഒട്ടും ലാഗില്ല. അതിൻ്റെ ഒരു ത്രില്ല് കീപ്പ് ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ എല്ലാവർക്കും ആ സ്റ്റോറി ഏകദേശം എന്താണെന്ന് മനസ്സിലാവും. സോ അത്രയും ഒരു 10-22 ഹീറോയിൻസും കൂടെ ഉണ്ട്. എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ കംപ്ലീറ്റ് ആവുള്ളൂ. സോ മമ്മൂക്കയുടെ ക്യാരക്ടർ കംപ്ലീറ്റ് ആവുള്ളൂ. ഇറ്റ് വാസ് ബ്രില്യൻറ്റ് ആക്ച്വലി. സിനിമ ഇസ് റിയലി നൈസ്. ഒരു ലാഗൊന്നുമില്ല. പെട്ടെന്ന് കണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഫുൾ എൻജോയ് ചെയ്ത് ഇറങ്ങാൻ പറ്റും. സോ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഞങ്ങളുടെ പടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഇപ്പോൾ എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. പൊളിക്കാൻ തന്നെ. അപ്പോൾ ഞാൻ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം തൂക്കും. അടുത്ത വർഷം വരെ നിന്ന് തട്ടും. അതിനുള്ള പടമുണ്ട്. ഞാൻ സംവിധായകനെ ഇപ്പോൾ കണ്ട് മച്ചാൻ നമുക്ക് നല്ലൊരു അനുഭവം തന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി സാധനം. മമ്മൂക്ക നിങ്ങൾ വേറെ ലെവല്, വിനായകൻ ചേട്ടാ നിങ്ങൾ വേറെ ലെവൽ. പൊളിക്കാനാ. താങ്ക് യു. റെസ്പോൺസ് എനിക്ക് പേഴ്സണലി വളരെ നല്ല അനുഭവമായിട്ടാണ് തോന്നിയത്. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. ഹാപ്പിയാണ്. നമുക്ക് ഇതേ ക്യാരക്ടർ ആക്കണം. ഇതൊന്നും പോലീസിൻ്റെ ഇതൊന്നല്ല. മൂപ്പർ ഇത്ര കൊള്ള പോലീസൊക്കെ ചെയ്തിട്ടേ ഈ പ്രാവശ്യം ഇത് കിടക്കാച്ചായിട്ടുണ്ട്. അതുപോലെ കട്ടക്കും നിന്നിട്ടുണ്ട് ഞാൻ വിനായകൻ. ഗുണ്ട മാത്രമല്ല, പോലീസിൻ്റെ വേറെ ലെവൽ വിനായകൻ ഇതിൽ തെളിച്ച്. പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇപ്പോൾ വീട്ടിലത്തെ എല്ലാ പെണ്ണുങ്ങളും പുറത്തെ എല്ലാ പെണ്ണുങ്ങളും സൂക്ഷിക്കുന്നതാണ്. ഇതൊരു മെസ്സേജാണ്. ഈ ഫിലിം പക്ക മെസ്സേജാണ്. പക്ഷേ ഈ പ്രാവശ്യം ഇത് മാസ് കൊലവറി. കാരണം ഈ പ്രാവശ്യം ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങോട്ട്